വെൽക്കം ബാക്ക് ടു വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഗൈസ്. അവൻ ഗൈസ് ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഇവിടെ ട്രിവാൻഡ്രത്ത് ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ലൈറ്റും അതുപോലെ ഫ്ലവർ ഷോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഗൈസ് സംഭവം കൂടുതൽ എനിക്കറിയത്തില്ല. എന്തായാലും ഗൈസ് കണ്ടു തന്നെ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ എൻ്റെ അപ്പയും എൻ്റെ അമ്മയും ഇവരെൻ്റെ അനിയനും പിന്നെ ഞാനാണ് ഗൈസ് ഉള്ളത്. അകത്ത് കയറാനായിട്ട് പോകുന്നത്. അകത്ത് കയറിയതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നേരെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോവുകയാണ്. ഗൈസ് അവൻ കൊള്ളാൻ കേട്ടോ, നല്ല രസമുണ്ട്. ഫ്ലവർ ഷോ കാണാനാണ് ഇപ്പം ടിക്കറ്റ് എടുത്തത്. പക്ഷെ ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ ഇത് രാവിലെ കാണാൻ വരേണ്ടിയായിരുന്നു ഫ്ലവേഴ്സ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പക്ഷെ ലൈറ്റും കൂടെ ഉള്ളതുകൊണ്ടാണ് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടാണ് ഗൈസ് ഈ നൈറ്റ് വന്നത്. ഗൈസ് എത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയുന്നില്ല. പറ്റുന്ന അത്രയും ക്ലാരിറ്റിയിൽ കാണുക ഗൈസ്. ഇവിടെ തുടങ്ങുന്നത് കുറച്ച് റോസാപ്പൂ അതേപോലെ മോസന്ത ആ പൂക്കളൊക്കെയാണ്. ആ പൂക്കളൊക്കെയാണെന്ന് തോന്നുന്നു ഗൈസ്. അത് തന്നെ അതേപോലെ ലൈറ്റൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല ഗൈസ്. അപ്പം ഇവിടത്തെ കുറേ ഇതൊക്കെ തീരുന്നു ഗൈസ്. ആ ഫ്ലവറിൻ്റെ ഇത് ഇവിടെ നിന്ന് തീരുന്നു. പിന്നെ എന്തോന്നൊക്കെയാണെന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഗൈസ് അവിടെ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്നാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. ഇവിടെ മൊത്തം ഒരു വേട്ടയിലുള്ള ലൈറ്റാണ്. കുറേ മരങ്ങളും നിൽക്കുന്നുണ്ട്. എന്നാലും ഗൈസ് ആരെങ്കിലും ഒക്കെ വന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം കയറിയിരിക്കുന്നത് ഗൈസ് ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ പറഞ്ഞ്, എന്നാലും ഇടയ്ക്ക് നോയ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ് ഒന്നുകൂടെ പറഞ്ഞത്. അതുപോലെ എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. മൈക്കും ഇല്ല, അതേപോലെ എൻ്റെ ഹെഡ്ഫോൺസും ഇല്ല, ബ്ലൂടൂത്ത് ചാർജ് ഇല്ല ഗൈസ്. അതുകൊണ്ട് വോയിസ് എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. ഗൈസ് ഇവിടെ തൊട്ട് വീണ്ടും ചെടികളുണ്ട്. എന്തായാലും ഈ ഒരു വന്ന ഇതുവരെ പ്രതീക്ഷിച്ച അത്ര ഫ്ലവേഴ്സ് ഒന്നുമില്ല, ഒരു പൂ പോലും ഇല്ല ഗൈസ്. എന്തായാലും ഇനി അങ്ങോട്ട് നോക്കാം. ഇവിടെ കുറച്ച് റോസാ പൂകൾ വീണ്ടും തുടങ്ങണം ഗൈസ്, അത് കാണിച്ചു തരാം. ഗൈസ് ഇപ്പം അവിടെ നിന്ന് വീണ്ടും ഇതുവരെയൊക്കെ അല്ല റോസാ പൂ മാത്രം തന്നെ ഗൈസ്. വേറെ പൂക്കളൊന്നും ഇതുവരെയായിട്ട് കണ്ടില്ല. പിന്നെ ഗൈസ് ഈ സൈഡ് അത്രയും ചെമ്പരത്തി അല്ലെങ്കിൽ മുട്ടൊക്കെ നിൽക്കണേ ഉള്ളൂ, ഒന്നും പൂത്തിട്ടില്ല. ഇതുവരെ കണ്ടതിൽ റോസാപ്പൂവും ചെമ്പരത്തിയും മാത്രം. അതിലും ചെമ്പരത്തിയിൽ പൂവൊന്നുമില്ല ഗൈസ്. എന്നാലും പ്രതീക്ഷിച്ച അത്രയില്ല. പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആ ഒരു എത്ര ഫ്ലവർ ഷോയുടെ ആ ഒരു ഇതില്ല ഇതുവരെ ഗൈസ്. ഇനി ബാക്കിയുള്ള നോക്കാം.
നേരെ ബാക്കിയുള്ള വീഡിയോ ഗൈസ്. ഇപ്പം കുറച്ച് വേറെ പൂക്കൾ എത്തി, അല്ല വേറെ ഇറങ്ങുന്ന ഗൈസ് ഇന്നലെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും റോസാപ്പൂ നിന്ന് മാറിയിട്ടുണ്ട് ഗൈസ്. ഈ മരം കൊള്ളാം ഗൈസ്. ഇവിടെ കുറച്ച് പൂ ഇരിക്കുന്നുണ്ട്. ഈ വാട്ടർ ടാങ്കിൻ്റെ ലൈറ്റ് കൊള്ളാം ഗൈസ്, പൊളി. കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ഗൈസ് ഈ മരത്തിൻ്റെ ഇതിൽ കൂടെ ഈ ലൈറ്റ് കൊള്ളാം. അതുപോലെ ഈ മരവും കൊള്ളാം ഗൈസ്. ഇവിടെ ലൈറ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ചെറിയൊരു ഇത് വരും ഗൈസ് ക്വാളിറ്റിക്ക്. ഇതാണ് കൊട്ടാരം. അപ്പം ഇവിടുത്തെ കുറച്ച് വീഡിയോ ക്ലിപ്സ് അത് കാണിച്ചു. ഇവിടെ കുറച്ച് പൂക്കളുണ്ട്. അത്യാവശ്യം കുറച്ച് വലിയ റോസാപ്പൂ, പിന്നെ ഇവിടെ കുറച്ച് പൂ, ഇവിടെ കുറച്ച് പൂ, പിന്നെ അങ്ങോട്ടും എന്തൊക്കെ സംഭവങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഗൈസ് ഇവിടുത്തെ ഈ ഒരു ഇത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ചുറ്റും ആ ഒരു ഡയറക്ഷൻ കൂടെ പോയി തരാം ഗൈസ്. അപ്പം ഗൈസ് അങ്ങോട്ടുള്ള വീഡിയോ കാണാം ഗൈസ്. ഗൈസ് അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് ഗൈസ് കനകക്കുന്ന് കൊട്ടാരം. അപ്പം ഗൈസ് ഇവിടെ മിക്കവരും എല്ലാവരും വന്നിട്ടുള്ളതായിട്ടായിരിക്കും ഗൈസ്. ആരെങ്കിലും കാണുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും കാണുന്നവരും കാണും. അപ്പയ്ക്ക് അമ്മയ്ക്ക് ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് അവർക്കൊരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്ത ഇതിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഇവിടെ വീണ്ടും ചെമ്പരത്തി, അവിടെ റോസ്, അപ്പുറത്ത് ജമന്തി, അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും വരാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, അവരും കാണട്ടെ ഗൈസ്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഇവിടെയുള്ള വീഡിയോ ക്ലിപ്സുകൾ ഞാൻ എടുക്കാം. എന്തായാലും ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം ഗൈസ്. അപ്പം ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്ന് വരാനിരുന്നായിരുന്നു. അപ്പം ഗൈസ് അന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങി. എന്നിട്ട് വൈകിട്ട് വരാമെന്ന് വിചാരിച്ചതേ പോലെ. പക്ഷെ ആ ഒരു ടൈമിൽ ഗൈസ് നല്ല മഴ പെയ്ത്. അപ്പം മഴയുടെ തണുപ്പിൽ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അതാണ് ഗൈസ് ഇന്ന് വന്നത്. ഇന്ന് അത്യാവശ്യം മഴയൊന്നും ഇല്ലായിരുന്നു, നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു ഗൈസ്. ഇനി രാത്രി മഴ പെയ്യുമെന്ന് അറിയത്തില്ല. മൂന്നോടെ ഗൈസ്. ഗൈസ് അവിടെ ഒരു ചിത്രശലഭം, അവിടെ ഒരു ഗൈസ് അതിൻ്റെ പേരെനിക്ക് ഗ്രാമഫോണാണോ ഗൈസ്, അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തായാലും ആ ഒരു സംഭവം ഗൈസ്. പിന്നെ ഇത് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഒരു സൈഡാണ് ഗൈസ്. കനകക്കുന്ന് കൊട്ടാരമാണ് ഗൈസ്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് വരാത്തതുകൊണ്ടായിരിക്കും ഗൈസ്, ഒന്ന് ക്ഷമിച്ചേക്കുക ഗൈസ്. ക്യാമറ ഇടയ്ക്ക് ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഫോക്കസ് നല്ല രീതിക്ക് മാറുന്നുണ്ട്. ഇത് ചെയ്തവരെ കാർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ നമ്മുടെ ബൊഗാൻവില്ല ആ ഒരു സംഭവം തന്നെ ഗൈസ്. മലയാളത്തിൽ പറയണമെങ്കിൽ കടലാസ് ചെടിയുടെ കുറച്ച് ടൈപ്സാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കുറച്ച് അത്യാവശ്യം കുറച്ച് ടൈപ്പ് ഉണ്ട്. എൻ്റെ തന്നെ കുറേ വെച്ചിട്ടുണ്ട്. ആ ഗൈസ് നമ്മുടെ മൂണിന് ഇവിടെ കിട്ടി. മൂണിൻ്റെ അടുത്തൊരു സ്റ്റാറും ഉണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ ഇതൊരു പഴയ എന്തൊരു സംഭവമാണ് ഗൈസ്. ഇവിടെ ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ട്, അത്രയും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ അപ്പുറത്താണ് മ്യൂസിയവും സൂവും. അപ്പം അവിടെ ഇടയ്ക്ക് പോയിരുന്നു ഗൈസ്, പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സ്റ്റോറേജ് ഫുള്ളായിരുന്നു. ഇനി എന്തായാലും അടുത്ത് കയറുമ്പം എടുക്കാം ഗൈസ്. എന്നാലും ഗൈസ് ഇവിടെ ഓരോരുത്തർ ഇരിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, അതേപോലെ എല്ലാം അങ്ങ് നടന്ന് കാണുന്നുണ്ട് ഗൈസ്.
അപ്പോൾ ഇവിടെ ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ബൊക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഈ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഓരോ സംഭവങ്ങളുണ്ടല്ലോ ഗൈസ്, ഈ ബൊക്ക അതേപോലത്തെ സംഭവങ്ങൾ അങ്ങനത്തെ അതിൻ്റെയൊക്കെ ഓരോ ഷെഡ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഷെഡല്ല, ഒരു സ്റ്റോൾ പോലെയൊക്കെ. ഗൈസ് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഗൈസ് ഇവിടെ ഒന്നുമില്ല കേട്ടോ ഗൈസ്, ഇവിടെ ഉള്ളത് പോയിരിക്കണം തോന്നുന്നു. അടുത്ത് ഇവിടെ ഉണ്ട്, ഇത് ഓരോ ടൈപ്പ് ബൊക്കയാണ് ഗൈസ്. അപ്പോൾ അവരുടെ പേരും കാർഡും ഒക്കെ വേണ്ട അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ് ഇവിടെ ഈ ഓരോ കല്യാണ ഫംഗ്ഷൻ, ഈ വെഡ്ഡിങ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ബൊക്ക അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് അതുപോലെ ഗൈസ് ഇവിടെ നല്ല സംഭവങ്ങളുണ്ട്. ഇത് കൊള്ളാം ഗൈസ്, ചിത്രശലഭം, ഒരു പെൺകുട്ടി. അതുപോലെ ഗൈസ് ഇവിടെ കുറേ ഡിസൈൻ. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന ഗൈസ് വേണ്ടവരാണ്. ഗൈസ് ഇപ്പോൾ ഇത്രയും വരെ എത്തി, ഇതുവരെ എത്തി. ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല ഗൈസ്, നോക്കാം. ഇനി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, സ്റ്റെപ്പ് ഇറങ്ങി. ഗൈസ് വീണ്ടും നേരത്തെ കണ്ട പോലത്തെ സ്റ്റോളല്ല ഗൈസ്, വേറെ എന്തോ കവറൊക്കെ ഇട്ടിട്ടൊരു സംഭവം ഗൈസ്. ഈ ബൊക്കയൊക്കെ വെച്ചിട്ട് കുറച്ച് വലിയ രീതിക്ക് എന്താണ് ഗൈസ്, നമുക്ക് എന്തായാലും അത് കണക്കാണ്. ഞാൻ പറഞ്ഞ കവറൊക്കെ വെച്ചിട്ട് ഇട്ടേക്കുന്ന സംഭവം. ഇവിടെ ചെറിയൊരു രീതിക്ക് തണുപ്പുണ്ട് എ സിയിലേക്ക്. ഈ വഴിയാണ് ഒരിച്ചിരിക്കുന്നു പൈസ. ക്യാബേജ് ഉണ്ട് എന്ന് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ പേരറിഞ്ഞൂടെ കേസ്, എന്തായാലും നിങ്ങളെ ഞാൻ ഒന്ന് കാണിക്കുക. ചില ഇതിൻ്റെ ഒന്നും പേരറിയത്തില്ല, അതുകൊണ്ടാണ് കേസ് കാണിക്കുന്നത്. കേസ് അവിടെയും കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്, പിന്നെ അവിടെയും കുറച്ചുണ്ട് കേസ്. കേസിവിടെ ആൻഡോറിയം, പിന്നെ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കിതിനെ പറ്റി കൂടുതൽ അറിയത്തില്ല കേസ്, ആണ് കൂടുതലൊന്നും പറഞ്ഞ് കൊള്ളമാക്കാത്തത്. ഇതിന് കേസ് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ എൻ്റെ ബൈക്ക് ഇരിക്കും കേസ് വരെ. കേസ് ഇവിടെ ഇറങ്ങാനടുത്ത് കുറച്ച് പഴയ ഫിലിം, പിന്നെ പഴയ തവിയൊക്കെ വെച്ചിട്ടുണ്ട് കേസ്. പിന്നെ വേണ്ട അവിടെ എന്തോ ഡാൻസ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. വേണ്ട അവിടെ ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കും, ഭരതനാട്യം എന്തോ ആണെന്നാണ് തോന്നുന്നത് കേസ്. എന്നിട്ട് അവിടെ എന്തോ പരിപാടി നടക്കുന്നു കേസ്. നമുക്ക് ഈ വീഡിയോ ഇപ്പം ലെന്തി ആയിരിക്കാം. ഗൈസ് ഇവിടെ ഒരു മരത്തിൻ്റെ മൂട്ടിൽ ഇപ്പം നിൽക്കും. ഇനി എങ്ങോട്ട് പോകണമെന്ന് നോക്കിയിട്ട് പോകും ഗൈസ്. അപ്പം അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ്. നേരത്തെ മുകളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരോ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞില്ല ഗൈസ്. ഒരു പെൺകുട്ടി എന്തോ ഡാൻസ് കളിക്കണം ദൂരം നോക്കിയാൽ പറഞ്ഞു ഗൈസ്. അപ്പോൾ അത് ആരെന്ന് വെച്ചാൽ നമ്മുടെ സിനിമയിലൊക്കെയുള്ള നവ്യ നായരാണ് ഗൈസ് ഡാൻസ് കളിക്കുന്നത്. ലൈവ് പെർഫോമൻസ് ആണ്. അപ്പം അവിടെ തന്നെ കുറേ പേര് കാണാൻ ഇപ്പം വന്നിട്ടുണ്ട്. ഞാൻ ഗൈസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ഗൈസ്. അപ്പം അത്ര സൂമില്ല ഗൈസ്, ആ സ്ക്രീനിൽ കാണുന്നതിന്. അവിടെ നിന്ന് കളിക്കുന്നുണ്ട്.
ഡാൻസ് കളിക്കുന്ന കുട്ടികളും ഇരിക്കുന്നുണ്ട്. ഡാൻസ് കഴിഞ്ഞു ക്ലാരിറ്റി കാണില്ലെന്നറിയാം. എന്നാലും കേസ് അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഒന്ന് കേസ് ഞാൻ എടുക്കുന്നത് ക്യാമറയല്ല, മീൻസ് മൊബൈലിലുള്ള ക്യാമറയാണ്, അല്ല DSLR ക്യാമറ അങ്ങനെ ഒന്നുമല്ല എടുക്കുന്നത്. അതിൻ്റെ തന്നെ ഇത്രയും ലൈറ്റ് ഇതെല്ലാം വരുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഒരു ഡാർക്ക്നെസ്സിൽ ക്ലാരിറ്റി കുറവ് വരും. അപ്പോൾ ഞാൻ അങ്ങ് ഉള്ളിലോട്ട് പോയില്ല കേസ്, ഇവിടെ അത്ര നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറാൻ നിന്നില്ല കേസ്. അതുകൊണ്ടാണ് സൂം ചെയ്ത് കാണിക്കുന്നത്. കേസ് അത് വെച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേസ്. അപ്പോൾ എന്തായാലും കേസ് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. എന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിലേക്ക് കേസ് അടിച്ചിട്ട് എന്താണോ അതിലേക്ക് നമുക്ക് പോകാം കേസ്. അപ്പോൾ കേസ് കമോ ഈ സ്റ്റേജിലാണെന്ന് തോന്നുന്നു കേസ് നമ്മുടെ കരിക്ക് അത്ര ഹിറ്റാണതിന് മുമ്പ്, എന്നാലും അത്യാവശ്യം ഹിറ്റായി. ആ ഒരു സമയത്ത് കരിക്ക് ടീം വന്നത് ഇവിടെയാണെന്നാണ് തോന്നുന്നത് കേസ്. എന്തായാലും കേസ് കരിക്കിൻ്റെ അത് എനിക്കൊന്നും ഇവിടെയാണെന്നാണ് തോന്നുന്നത്. കാരണം കനകുന്നായിരുന്നു അന്ന് വന്നത്. എനിക്ക് ബാക്കി ഇനി താഴോട്ടും കുറച്ച് എന്തൊക്കെയുണ്ട് കേസ്. അപ്പോൾ അതിലേക്ക് നേരെ പോവാം. എന്നാലും കേസ് നമ്മൾ ഫ്ലവർ ഷോ കാണാനാണ് വന്നത്, അല്ലാതെ ഈ ഡാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ട് രണ്ടുമൂന്ന് കുറച്ചൊരു പറയുന്ന കേട്ട് അങ്ങനെയാണ് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് കൂടെ പറയാൻ തോന്നി. അപ്പോൾ എന്തായാലും കേസ് നമുക്ക് അടുത്ത് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഈ സ്വന്തം താഴെ ഉണ്ട് കുറച്ച് ചെടികൾ എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെയുണ്ട് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും താഴെ ഇറങ്ങിയിട്ടാണ് കേസ്. എന്തായാലും ഫസ്റ്റത്തെ ഒരു സംഭവം അത്രയും ഫുൾ വേസ്റ്റായിരുന്നു കേസ്. കാരണം ഒന്നുമില്ലായിരുന്നു അവിടെ. ഇങ്ങോട്ട് അത്യാവശ്യം കുറച്ചെന്തെങ്കിലും ഉണ്ടെന്നെങ്കിലും പറയാം. എന്ന് വെച്ചാൽ ഫുള്ളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേസ്, അത്യാവശ്യം കുറച്ചെങ്കിലും ഉണ്ടെന്നെങ്കിലും പറയാം. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൽ മാനാണോ പശുവാണോ എന്നറിയത്തില്ല, എന്തോ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മല പോലെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ലേസ് മല പോലെ ഏകദേശമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലെന്തോ പാറ പോലെ അത്ര കേസ് കുറച്ച് ചെടികൾ അങ്ങനെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഗൈസ് എൻ്റെ ഒരു ഇതിൽ എനിക്ക് അത്ര തൃപ്തി വന്നിട്ടില്ല ഗൈസ്. കാരണം അത്രയ്ക്ക് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് ഫ്ലവറൊന്നും ഇല്ല. മലയിൽ നിന്ന് വെള്ളം മരം പോലെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഗൈസ് ഇവിടെ ഒരു പഴയ രീതിയിലുള്ള നാട്ടിൻ പ്രദേശത്തേക്കുള്ള ഒരു ചായക്കട. ചെമ്മീന്റെ പോസ്റ്റർ, നാരങ്ങ, മാങ്ങ, പിന്നെ മാതളം, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ. ഈ ഓരോ ഫ്രൂട്ട്സിന്റെ ഒക്കെ ചക്ക, മാങ്ങ അങ്ങനത്തെ, പിന്നെ പുളിച്ചിക്ക. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം കുറച്ചുണ്ട്, കുഴപ്പമില്ല. പക്ഷെ മുകളിലാണെങ്കിൽ തീരെ ഇല്ല കേസ്. പക്ഷെ നമ്മള് ആദ്യം വരില്ല കേസ്, അവിടെ ഒന്നും ഒട്ടുമില്ല. ഇവിടെയൊക്കെ കുറച്ചെങ്കിലും ഉണ്ട്, പക്ഷെ അത്ര വലുതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു 50% ഇംഗ്ലീഷിൽ. കാരണം അത്ര വലിയ ചെടികളല്ല. ഈ ഇരിക്കണെല്ലാം കുറേയൊക്കെ പോയി വാടി, കാത്തിനും കൊണ്ട് വെച്ചിരിക്കും. ആ വെച്ചിരിക്കണെല്ലാം ഗീസ് അത്യാവശ്യം കൊച്ചു ചെടികളാണ് ഗീസ്. അതേപോലെ നേരത്തെ അവിടെ മുകളിലെന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം ഗീസ് വാട്ടർ ടാങ്കിന്റെ താഴെ കൂടെ പോവാണ് ഗീസ്. പക്ഷെ ഇത് അവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ രസമൊന്നുമല്ല, ഇവിടെ നോക്കുമ്പോഴും കുഴപ്പമില്ല. ഇതാണ് ഗീസ് ആ വാട്ടർ ടാങ്ക്. ഈ ഒരു ലൈറ്റാണ് ഇതാക്കുന്നത്, കുറെ കളർ മാറ്റുന്നത്. ഇവിടെ ടയറൊക്കെ തൂക്കിയിട്ട് ജസ്റ്റ് ഒരു വൈബാക്കി ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൈക്കിള് സിന്നി താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങണം. അതിനുശേഷം അവിടെ താഴെ ചെടികളുണ്ട് ഗീസ്. താഴെ ഇറങ്ങിയിട്ട് അവിടെയുള്ള ചെടികളും മറ്റിതൊക്കെ കാണിച്ചു തരാം ഗീസ്. ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ജസ്റ്റ് ഒരു ടയറൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഗീസ്. അപ്പോൾ ഇത് നൈറ്റ് ആയതുകൊണ്ട് തന്നെ മോർണിംഗ് ഉള്ള അത്രയും ക്ലാരിറ്റി കിട്ടത്തില്ല. പിന്നെ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കിട്ടുന്നുണ്ട്. എന്നാലും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ലൈറ്റ് വരണോണ്ട് ഫോക്കസൊക്കെ നല്ല രീതിയിൽ മാറിപ്പോകുന്നുണ്ട്, ക്ലാരിറ്റി കുറയുന്നു. എന്നാലും കേസ് അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അടുത്തിനി വേണ്ട ഇവിടെയും കുറച്ച് പൂക്കൾ, കുറച്ച് ഗാർഡൻ സംഭവങ്ങളൊക്കെ ഉണ്ട് കേസ്. ഇവിടെ പിന്നെ കുറച്ച് വ്യത്യാസമായിട്ട് കുറച്ച് നമ്മുടെ ഈ ബൊക്കയിലൊക്കെ വയ്ക്കുമല്ലോ കേസ്, ഈ ഒരു പൂ, ഇതൊക്കെ എൻ്റെ പുല്ലൊക്കെ വെച്ച് വേണ്ട കേസ്. ഇവിടെ നല്ല രീതിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ കേസ് വീണ്ടും പുല്ലിങ്ങനെ വീണ്ടും ഇവിടെ കേസ് ചെടി. ഇവിടുത്തെ ചെടി അത്യാവശ്യം ഫ്രഷ് ആയിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ തണുപ്പിൻ്റെ ഒരു ഇതിലായിരിക്കും. അതൊക്കെ വീണ്ടും നല്ല പൊക്കയിലേക്കുന്ന ചെടി ഗൈസ്. അപ്പം അടുത്ത് ഇവിടെയും ചെടിയാണ് ഗൈസ്. ഇവിടെ ഒരു പൂവിൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരു പൂവിൻ്റെ രീതിയിൽ ജമന്തി പൂവും പിന്നെ എന്തോ ഒരു പേര് ലില്ലി പൂവും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ എന്തോ സർക്കിളിൽ എന്തൊക്കെ ഒരു സംഭവങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് അപ്പം ഇടയ്ക്കൊക്കെ നല്ല രീതിക്ക് തന്നെ പാട്ടിൻ്റെ ശബ്ദം ഉള്ളതുകൊണ്ട് എൻ്റെ വോയിസ് എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പം ഇവിടെ സ്റ്റാർ പോലെ ചെയ്തിരിക്കുന്നു ഈ
സ്റ്റാർ, ഒരു വാൽനക്ഷത്രം പോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഗൈസ് ഇനി ബോൺസായിലേക്കാണ് പോകുന്നത്. ബോൺസായിൽ തന്നെ പുള്ളി അത് ഇത് അതുപോലെ ഓരോ സംഭവങ്ങളുണ്ട്. ഈ ബോൺസായി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എന്നെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഗീസ്. കൊള്ളാം ഗീസ്, ഇതൊക്കെ നല്ല നൈസായിട്ടുണ്ട് ഗീസ്. അതൊരു ആൽമരമാണ്. അതുപോലെ തന്നെ ഗീസ് ഇതിൻ്റെയൊക്കെ ഒരു പ്രായം നോക്കണം ഗീസ്. 40 വർഷം പഴക്കമുള്ളതിന്. അങ്ങനെ ഓരോന്നും ഇവിടെ ഉണ്ട് ഗീസ്. 40, 30, ഇതും 40 വർഷം തന്നെയാണ് ഗീസ്. ഇതിൻ്റെയൊക്കെ വേണ്ട, ഇതിൻ്റെയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗീസ് ഇവിടെ പുള്ളി, മാവ്, അങ്ങനെ ഓരോ മരങ്ങളുണ്ട്. കുടുലി ഇലമരങ്ങൾ തന്നെ, മീൻസ് ഈ ആൽമരത്തിൻ്റെ ഓരോ വെറൈറ്റീസാണ്. അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളുണ്ട്. എനിക്കിങ്ങനെ നാരങ്ങയാണോ എന്തോ അതിൻ്റെ ഇല പോലെയൊക്കെ തോന്നുന്നു. ഇതിൽ ആർക്കും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇതും കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ബോൺസായി തീരും. അതിനുശേഷം പിന്നെ ഓരോ സ്റ്റോളുകളാണ് ഈ ഓരോ സ്റ്റോർ. കാണാമോ? Arabic.
ഗൈസ് ഇവിടേക്ക് ഒരു മീനിൻ്റെ ഇതെടുത്ത് ലാസ്റ്റ് തീരാറായപ്പോൾ ഒരു വലിയൊരു ഈ ഫ്ലവർ ഓണെന്ന് പറയുന്ന ഒരു ഫിഷിൻ്റെ. അപ്പോൾ ഫിഷ് നല്ല വലിയൊരു ഇതായിരുന്നു. അങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ വരുന്നൊരു വീഡിയോ ആയിരുന്നു ഗൈസ്. പക്ഷെ അത് വീഡിയോ നോക്കിയപ്പം വീഡിയോ ഓണല്ലായിരുന്നു ഗൈസ്. അപ്പോൾ അവിടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റിയില്ല. അവരിങ്ങനെ ഇറങ്ങെന്ന് പറഞ്ഞ് നല്ല തിരക്കുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതെടുക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ ആ ഒരു ക്ലിപ്പ് പോയി. ഒന്നും കുഴപ്പമില്ല ഗൈസ്, ബാക്കിയെല്ലാം ഉണ്ട്. ഇപ്പോൾ ഗൈസ് നല്ല വേർത്തിട്ടുണ്ട്. അപ്പം ഗൈസ് ഈ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം കാണാം. ഗൈസോടെ ഒരു വാട്ടർഫോൾ പോലെ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാളെ കയ്യിലൊന്ന് വെള്ളം പോകുന്ന പോലെ. ഫുള്ള് ചെടി വെച്ചിട്ടാണ് കേട്ടോ ഗൈസ്. നേരത്തെ നമ്മൾ അപ്പുറത്തെ വശം നിന്ന് ഇപ്പം കറങ്ങുന്നത് എവിടെ വന്നു ഗൈസ്. അപ്പം നമുക്ക് നേരെ ആ ഒരു ഇതിലേക്ക് കയറാം ഗൈസ്. ഗൈസ് അപ്പം ഇതാണ് ആ പണ്ടൊക്കെ ഉള്ള പോലെ തന്നെ ഗൈസ്. ഓരോ സംഭവം ഗൈസ്, മീൻസ് ഓരോ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഓരോ സംഭവങ്ങൾ. ഈ നെയ്യാർമേള, അതേപോലെ തന്നെ ഈ പുത്തിരിക്കണ്ടം മൈതാനത്ത്, അതേപോലെ തന്നെ നമ്മുടെ തന്നെ കുന്നിവിടെ നടക്കും പോലത്തെ ഒരു സംഭവം തന്നെ ഗൈസ്. ഇവിടെ വേറെ കൂടുതൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇതുള്ള പോലെ തന്നെ. അപ്പം ഗൈസ് അങ്ങോട്ട് തിരക്കായതുകൊണ്ട് തന്നെ കൂടുതൽ കാണാൻ നിൽക്കുന്നില്ല. അപ്പം തിരിച്ച് നമ്മൾ പോകാം ഗൈസ്. അപ്പം എന്തായാലും അവിടെ കയറിയില്ല, കാരണം ഞാൻ പറഞ്ഞത് ഗൈസ് എവിടെ പോയാലും ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറിയില്ല. പിന്നെ കുറച്ച് ടൈമിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതുണ്ട് അവിടെ ഗൈസ്. ഫുഡിൻ്റെ കുറച്ച് സംഭവങ്ങളാണ്. അങ്ങനെ ഗൈസ് കയറിയില്ല. എന്തായാലും തിരിച്ച് നമ്മൾ അങ്ങോട്ടുള്ള ബാക്കി കാണിച്ചു തരാം. എന്തായാലും ഇറങ്ങിയാണ് ഗൈസ്. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് 3 ഇപ്പോഴും അവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ ചെടികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഗൈസ് ഇവിടെയാണ് നമ്മുടെ എക്സിറ്റ്. തിരിച്ച് പോകേണ്ടത് ഗൈസ്. ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് അത്ര അങ്ങോട്ട് ഒരു തൃപ്തി ആയിട്ടില്ല ഗൈസ്. മീൻസ് പ്രതീക്ഷിച്ച അത്ര ഒരു ഇത് കിട്ടിയില്ല. അങ്ങനെ ഗൈസ് വേറൊരു വീഡിയോ ചെയ്യാം സൂവിലുള്ള. കഴിഞ്ഞ പ്രാവശ്യം പോയി, പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. എന്നാലും ഇനി അടുത്തൊരു പ്രാവശ്യം കയറുമ്പോൾ വീഡിയോ ചെയ്യാം. അപ്പം പോയ പ്രാവശ്യമാണെങ്കിൽ കൊറോണ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു ഒരു 2 ആഴ്ച മുമ്പ് എന്തോ പോയത്. 2 ആഴ്ച മുമ്പ് പോയത്. എന്തായാലും നല്ല മാറ്റങ്ങളുണ്ട് സൂവിൽ. ഇതപ്പം ഇനി അടുത്ത് പോകുമ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാം ഗൈസ്. ഇതൊക്കെ അന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അന്നെടുക്കാൻ പറ്റാത്തത് വേറെ ഒന്നും ഗൈസ്. കുറച്ച് തിരക്കായിരുന്നു. തിരക്ക് അങ്ങനെയല്ല, ക്രിസ്മസ് കോളേജിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഇന്നുകൊണ്ടാണ് ഗൈസ് വീഡിയോ എടുക്കാത്തത്. അങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. അങ്ങനെ തന്നെ എടുക്കാതെ പോയത്. അങ്ങനെ കുഴപ്പമില്ല ഗൈസ്. അടുത്തെന്തായാലും ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് എന്തായാലും ചെയ്യും. അപ്പം ഗൈസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ ഗൈസ് സ്റ്റേജ്, അതിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഗൈസ് കരിക്കിൻ്റെ. അതേപോലെ ഇന്ന് നവ്യ നായർ ഡാൻസ് കളിച്ച് ആ ഒരു സ്റ്റേജിൻ്റെ ബാക്ക് സൈഡാണ്. ഗൈസ് അപ്പുറത്ത് സൂവാണ് സൂവും. അപ്പം ഞാൻ പറഞ്ഞ ഗൈസ് സൂവിൻ്റെ വീഡിയോ എടുക്കാൻ അന്ന് പറ്റിയില്ല. ഇനി അടുത്ത് കയറുമ്പം എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇനി അടുത്ത് ലൈറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. അപ്പം ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട് ഗൈസ്. കയറി പോയപ്പോൾ അത് നമുക്ക് വേണ്ട മ്യൂസിയം എന്താണ്ട് അവിടെ ഗൈസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. ചെറുതായിട്ട് വേണ്ട ഇതാണ് ഗൈസ്. അപ്പുറത്താണ് മ്യൂസിയം. മറ്റേ നമ്മൾ അവിടെയാണ് കയറി വന്നത്. ഇപ്പം ഇറങ്ങിപ്പോകുന്നത് ഇപ്പുറത്താണ് ഗൈസ്. നമ്മുടെ മ്യൂസിയത്തിൻ്റെ സൈഡിലുള്ള ഈ റോഡ് വഴി.
നമ്മുടെ ഗൈസ് മൊത്തം ലൈറ്റാണ്. ഇവിടെ ഫ്ലവർ ഷോ അല്ല, ഈ സൈഡ് മൊത്തം ലൈറ്റാണ് ഗൈസ്. ഈ ഒരു ലൈറ്റിൻ്റെ ചെറിയ ഭാഗം കാണിച്ച് കുറച്ച്. അതുപോലെ ഇതിൽ അത്ര ക്ലാരിറ്റി ഇല്ല ഗൈസ്. മെയിൻ ഇഷ്യൂ ചാർജ് ഇല്ല ഗൈസ്. ചാർജ് ഇല്ല. എത്രത്തോളം ചാർജ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം തന്നെ 8-9% അത്യാവശ്യം വേണ്ട. അവിടെ ആൾക്കാരൊക്കെ തിരക്കാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ളത് ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക്. ഗൈസ് ഇവിടെ ഇപ്പം കയറാൻ നിൽക്കുന്നില്ല ഗൈസ്. വീഡിയോ നല്ല ക്ലാരിറ്റി കുറവ് കാണും ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇവിടെയാണ് നമ്മൾ കയറി പോയത്. വെച്ചാൽ അവിടെ നിന്ന് വന്നിട്ട് ഗൈസ് ഇവിടെ നിന്ന് കയറി ആ വഴിക്ക് കറങ്ങി ഇവിടെ കൂടെ വന്നു ഗൈസ്. ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഗൈസ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോവുക. ഇവിടെയാണ് ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്ലവർ ഷോ കാണാനാണെങ്കിൽ ഗൈസ് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് 100 രൂപയാണ്, ഒരാൾക്ക് 100 രൂപ ഗൈസ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആ വഴിയാണ് ഗൈസ് പോകേണ്ടത്. അപ്പം ഫ്ലവർ ഷോ അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല ഗൈസ്. കാരണം ഈ ഒരു റേറ്റിൽ അത്ര ഇതായിട്ട് തോന്നിയില്ല. ആ റേറ്റിനുള്ള അത്രയും കണ്ടന്റ് അവിടെ ഇല്ല. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ ട്രിവാൻഡ്രത്തിലെ ക്രിസ്മസ് വിശേഷങ്ങളും ലൈറ്റ്. ഇത് മൊത്തം എനിക്ക് പറ്റിയിട്ടില്ല. ഏകദേശം ഈ ഒരു സ്പോട്ടിലുള്ള അത്ര എടുത്തിട്ടുണ്ട്. ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല രീതിക്ക് തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തോ സംഭവമുണ്ട് ഗൈസ്. ശ്രദ്ധ കയറുന്നില്ല, ടൈമില്ല ഗൈസ്. അപ്പോൾ ഞാനൊരു കപ്പലണ്ടി കടല വാങ്ങിച്ചു ഗൈസ്. നല്ല നോയ്സ് ഉണ്ട് ഗൈസ്. അവിടെ പാട്ടിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പറഞ്ഞൊന്നും അത്ര കേട്ട് കാണില്ല. അപ്പം ഗൈസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ നിന്നൊരു കപ്പലണ്ടി കടല വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും കാറിൽ പോയിട്ട് ചെയ്യാം, ആണ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത്. പിന്നെ ഗൈസ് വന്നപ്പം കാണിച്ചാൽ ലൈറ്റ് തന്നെ വേണമെങ്കിൽ ഒന്നുകൂടെ അങ്ങോട്ട് കാണിച്ചു തരാം. ഇത് കണ്ട ഗൈസ് ഇതേപോലെ ഓരോ മരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതേപോലത്തെ ഇത് ബെല്ല് ഇട്ടിട്ടുണ്ട്. അതേപോലെ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഓരോ മരങ്ങളിൽ ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നും ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടുണ്ട് ഗൈസ്. അപ്പം അങ്ങോട്ടും സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഇത് തന്നെയാണ് ഗൈസ് നമ്മുടെ എന്താ പറയുക ഈ ഫ്ലവർ ഷോയുടെ ഒരു ഭാഗം തന്നെയാണ് അങ്ങോട്ട്. അപ്പോൾ അതിന് ഗൈസ് നമ്മൾ കാർ ഇട്ടിരിക്കുന്നത് ഇങ്ങോട്ടാണ്, ഈ ഒരു റൂട്ട്. അപ്പം ഇങ്ങോട്ട് കുറച്ച് ഇരുട്ടാണ് ഗൈസ്. ലൈറ്റൊന്നുമില്ല കേട്ടോ ഗൈസ്. പ്രത്യേകിച്ച് ലൈറ്റൊന്നുമില്ല, സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല. അതുപോലെ ഇവിടെ മൊത്തം വെഹിക്കിൾസ് ഇരിക്കുകയാണ്. ഇന്നലെ ഗൈസ് നല്ല രീതിക്ക് ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ ലൈറ്റ് ഇല്ല, ഇരുട്ടാണ്. അപ്പോൾ എന്നാലും ഗൈസ് കാറിലോ വീട്ടിലോ പോയിട്ട് ഇനി കാണാം ഗൈസ്. ക്രിസ്മസിന് ഇടാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഗൈസ് എല്ലാവർക്കും ഒരു ക്രിസ്മസ് എന്തായാലും ഗൈസ് ഔട്ട്ഡോർ വീട്ടിൽ പോയിട്ട് തന്നെ എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. വീട്ടിലെത്തിയിട്ടാണ് ഞാൻ ഈ ഒരു ഔട്ട്ഡോർ എടുക്കുന്നത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്യാവശ്യം നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഗൈസ് മാക്സിമം വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ഔട്ട്ഡോറിൽ വന്നിട്ടുള്ള ഔട്ട്ഡോർ കാണുന്നെങ്കിൽ. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയും നാൾ ഒരു 1 month ഒരു ബ്രേക്ക് ആയത് ഗൈസ്. കോളേജിൽ ക്രിസ്മസ് പ്രോഗ്രാംസിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൽ ഡാൻസ് അതുപോലെ തന്നെ കരോൾ അങ്ങനെ പരിപാടികളുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഗൈസ് കുറച്ച് പ്രാക്ടീസിൻ്റെ പിന്നാലെ നടന്ന്. അതുകൊണ്ടാണ് ഗൈസ് എനിക്ക് ഇടാൻ പറ്റാതെ വീഡിയോസിലാണ് നല്ല ഡിലേ ആയത് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ് ന്യൂ ഇയറിനാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇനി അങ്ങോട്ട് അടുത്തൊരു വർഷം നല്ല രീതിക്ക് തന്നെ മാക്സിമം വീഡിയോസ് ഇടാൻ ഞാൻ ട്രൈ ചെയ്യാം. ചെറിയൊരു വീഡിയോ ആണെങ്കിലും അത്യാവശ്യം വലിയ വീഡിയോ ആണെങ്കിലും ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ മെയിൻലി ട്രിവാൻഡ്രത്തുള്ള ലൈറ്റും അതുപോലെ തന്നെ ഫ്ലവർ ഷോ ആണ് മെയിനായിട്ട് അതിൽ ഉള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ ആരെങ്കിലും ഫ്ലവർ ഷോ ലൈറ്റ് കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഗൈസ് ഉടനെ വരുന്നിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു യു ഓൾ ഗൈസ് ആൻഡ് ലവ് യു ഓൾ ഗൈസ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിരിക്കും ഗൈസ്. അപ്പം ബൈ ബൈ.